അങ്ങനെ നമ്മൾ പനവേൽ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. മുംബൈ കാഴ്ചകളിലേക്ക് പോകുന്ന ഭൂരിഭാഗം സഞ്ചാരികളുടെയും ആദ്യത്തെ ലാൻഡിംഗ് പോയിൻ്റാണിത്. ട്രെയിനിൽ നിന്നുള്ള തള്ളച്ചൊക്കെ ഈ സ്റ്റേഷനിലെത്തിയ കാറ്റടിച്ചപ്പോൾ തന്നെ മാറി. ഈ നഗരത്തിൻ്റെ വേഗതയും ചുറ്റുപാടും കാണുമ്പോൾ ഒരു പുതിയ അനുഭവം തോന്നി തുടങ്ങിയിട്ടുണ്ട്. മുംബൈ ഡയറീസിൻ്റെ അടുത്ത വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒരുപാട് കേട്ടറിഞ്ഞ സിനിമകളിൽ മാത്രം കണ്ട മുംബൈ നഗരത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുമ്പോൾ മനസ്സിൽ ഒരേ സമയം വലിയൊരു സന്തോഷവും ആകാംക്ഷയുമാണ്. ഇനിയുള്ള ഓരോ നിമിഷവും ക്യാമറയിൽ പകർത്താൻ പോകുന്ന കാഴ്ചകൾ നിങ്ങളെയും വിസ്മയിപ്പിക്കും എന്ന് ഉറപ്പാണ്. പ്ലാൻ ചെയ്തതുപോലെ നടക്കണമെന്നില്ലല്ലോ, അതാണല്ലോ യാത്ര. ഞങ്ങളുടെ ട്രെയിൻ 2 മണിക്കൂറോളമാണ് ലേറ്റായത്. അതുകൊണ്ട് തന്നെ പനവേൽ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും വിചാരിച്ചതിലും ഒരുപാട് വൈകിയിരുന്നു. ഇവിടുന്ന് ഞങ്ങൾക്ക് പോകേണ്ടത് സാൻട്രസ്റ്റ് റോഡ് എന്ന സ്ഥലത്തേക്കാണ്. മുംബൈയിൽ എത്തിയപ്പോൾ പിന്നെ സമയം കളയാൻ പറ്റില്ലല്ലോ. ഒട്ടും വൈകിപ്പിക്കാതെ ഞങ്ങൾ നേരെ പനവേലിൽ നിന്ന് ലോക്കൽ ട്രെയിൻ പിടിച്ചു സാൻട്രസ്റ്റ് റോഡ് ലക്ഷ്യം വെച്ച് യാത്ര തുടരുകയാണ്. ലോക്കൽ ട്രെയിനിലെ ഈ യാത്ര ശരിക്കും ഒരു അനുഭവം തന്നെയാണ്. ദാ നോക്കൂ സുഹൃത്തുക്കളെ, നമ്മൾ സാൻട്രസ്റ്റ് റോഡിൽ വണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് അടുത്തു തീരുന്നതിന് മുമ്പേ തന്നെ ചാടി ഇറങ്ങുന്ന ആളുകൾ, ഒഴുക്കുപോലെ കയറിപ്പോകുന്ന ജനക്കൂട്ടം. മുംബൈയുടെ വേഗത എന്താണെന്ന് ഈ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ശരിക്കും മനസ്സിലായി. ഈ തിരക്കിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ചെറിയൊരു പേടിയുണ്ടെങ്കിലും അതിനേക്കാൾ വലിയൊരു ആകാംക്ഷയും സന്തോഷവും മനസ്സിലുണ്ട്. Took our fears out to the forest and we left.